ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഈ ചിക്കനെ തടവി തടവി നിൽക്കുന്ന കണ്ടറിയാലോ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന്. അതെ, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ചിക്കൻ വെച്ചിട്ട് ആരെങ്കിലും പിക്കിളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ പീസുകൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ചിക്കൻ മസാല, അതുപോലെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് മസാലകളായിട്ടോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ചിക്കൻ അച്ചാർ എന്ന് പറയുന്നത്. നമ്മൾ മാങ്ങയും നെല്ലിക്കൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഈ ചിക്കനെ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പക്ഷേ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ സ്പൂണോ ഫോർക്കോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇത് നമുക്കൊരു 1 ഹവറെങ്കിലും, മിനിമം 1 ഹവറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാവാനായിട്ട് വിടുക കേട്ടോ. ഒരു റെസ്റ്റിംഗ് ടൈം പോലെ നമ്മളൊരു 1 ഹവറെങ്കിലും മിനിമം വെച്ചേക്കുക. അതിനുശേഷം നമ്മളിത് ഒരു പാനിൽ എണ്ണ, അതായത് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി വെച്ച കോഴിക്കുട്ടന്മാരില്ലേ, അവരെ എടുത്ത് പുറത്തേക്ക് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും വെക്കണം. ആ ഒരു തണവ് ഒന്ന് വിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പൊരിച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിടാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. എല്ലാം കൂടി ഇട്ടാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തേക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേനും കോരി മാറ്റാം കേട്ടോ. കംപ്ലീറ്റ് ചിക്കനും നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഒരു പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കടുക്, ഒരു വലിയ ടേബിൾ സ്പൂൺ കടുകാണ് നമ്മൾ ആദ്യം പൊട്ടിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അച്ചാർ കുറേ നാളൊക്കെ കേടുകൂടാതിരിക്കാനായിട്ടും നമുക്ക് നല്ലെണ്ണയാണ് കുറച്ചും കൂടി നല്ലത്. കടുകൊക്കെ പൊട്ടി സെറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതേപോലെ വേപ്പില ഇടുമ്പോൾ ഓടി മാറുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കീറി വെച്ചിരുന്ന 2 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 to 15 അല്ലി വെളുത്തുള്ളിയാണ് നമ്മളിപ്പോൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ചിക്കനാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ഈ ഗ്രേവിയിലേക്കുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കായം പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഈ എല്ലാത്തിനെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയും ഒക്കെ ഈ ഒരു ഫ്ലേവർ വരുമ്പം നല്ല സ്മെല്ലാണ് കേട്ടോ. കരിഞ്ഞു പോലെ നോക്കുക. നമ്മളൊരു സിമ്മിലിട്ടാലും മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഈ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് അങ്ങനെ തട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കേണ്ടവർക്ക് കുറച്ച് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് വിനാഗിരിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ. അടിപൊളി മണമെന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് സംഭവം. അപ്പോൾ നമ്മുടെ ചിക്കൻ പിക്കിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടിയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടാനായിട്ട്, ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ
തന്നെയാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ നമ്മളിത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം നാൾ ഇരിക്കത്തില്ല, എന്നിരുന്നാലും ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഈസി റെസിപ്പി അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കൂടെ കൂടിക്കോളൂ. തട്ടാ ബൈ ബൈ, ഷി യു.